പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് അടൂർ റവന്യൂ ടവറിലെ 4ാമത്തെ ഫ്ലോറിലാണ്. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് മമ്മ ഡാഡ എന്ന ഒരു ട്രാവൽ ഏജൻസിയുടെ ഓഫീസാണ്. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഉദ്യോഗാർത്ഥികൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ദുബായിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഈ മമ്മ ഡാഡ എന്ന ട്രാവൽ ഏജൻസി 34ഓളം കുട്ടികളിൽ നിന്ന് 30,000 രൂപ ടിക്കറ്റിനും മറ്റ് മെഡിക്കലിനും വേണ്ടി വാങ്ങി 3 മാസമായിട്ടും ഈ ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരുവിധമായ ജോബ് ഓഫറോ ലെറ്ററോ കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ നിരവധിയായ ഉദ്യോഗാർത്ഥികൾ ഇന്ന് അടൂരിലുള്ള DYSP ഓഫീസിലേക്ക് കടന്നു വരികയും പരാതി കൊടുക്കുന്ന ശ്രമവും നടക്കുകയാണ്. അപ്പോൾ മമ്മ ഡാഡ എന്ന ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ദുബായിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പിൻ്റെ പേരിൽ നിരവധി ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ 2 ആളുകളെ ഇന്ന് പാസ്പോർട്ടിൻ്റെ ഒറിജിനലും വാങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് DYSP ഓഫീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. നിരവധിയായ ഉദ്യോഗാർത്ഥികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ DYSP ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഉദ്യോഗാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പൈസ തിരികെ കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ സംസാരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ മമ്മ ഡാഡിയുടെ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളുകളെ പറ്റി തിരക്കുകയുണ്ടായി. അദ്ദേഹം മാങ്കോട് സ്വദേശിയാണ്, പത്തനാപുരത്തിനടുത്തുള്ള മാങ്കോട് സ്വദേശിയാണ്. ഇതിൻ്റെ വീട്ടുപേര് അനിൽ നിവാസ് എന്നാണെന്നും അദ്ദേഹത്തിൻ്റെ പേര് ജോഷി മുഹമ്മദ് ഷാജഹാൻ എന്നുമാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ വിഷയത്തിൽ അദ്ദേഹം 34 ആളുകളുടെ കയ്യിൽ നിന്ന് ഏകദേശം 30,000 രൂപ വെച്ച് ഏകദേശം 10,20,000 രൂപ വാങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഈ ജൂലൈ 31-നകം ഈ പണമൊക്കെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാവുന്നൊരു വാഗ്ദാനമാണ് തിരിച്ചു നൽകുന്നത്. അദ്ദേഹത്തെ 6-7 തവണ വിളിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നതെന്നാണ് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവിന് ഈ അടൂരുള്ള റവന്യൂ ടവറിലെ മമ്മ ഡാഡ ഓഫീസിൽ വന്നിട്ടുണ്ട്. കണ്ണൂർ, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം അടക്കം വിവിധ ജില്ലകളിൽ നിന്നുമാണ് ആളുകൾ വന്നേക്കുന്നത്. അവരുമായൊക്കെ ഞാൻ സംസാരിച്ചതാണ്. പക്ഷേ അവരിൽ പല ആളുകൾക്ക് നിലവിൽ ജോലി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ജോബ് ഓഫറുമായി ബന്ധപ്പെട്ട് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞ് നിരവധിയായ ഉദ്യോഗാർത്ഥികളാണ് ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ അടൂർ DYSP ഓഫീസിൽ നിന്ന് ശക്തമായ അന്വേഷണം നടത്തി ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ശ്രമിക്കുമെന്നാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകളിൽ മലയാളി വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായി വലിയ ഔന്നത്യമുള്ള ആളുകളാണെങ്കിൽ പോലും ഇത്തരം തട്ടിപ്പുകാരുടെ ഇരയാകുന്നത് നമുക്ക് വളരെയധികം നിർഭാഗ്യം തന്നെ പറയാൻ സാധിക്കുള്ളൂ. ഈ വിഷയത്തിൽ എന്തായാലും അടൂർ DYSP ഓഫീസിൽ നിന്നും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന പ്രതീക്ഷയിൽ അടൂർ DYSP ഓഫീസിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.